വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: ഈ കിണർ നൽകിയയാൾ ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു തന്റെ ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3: ഗലാത്യ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നോടുകൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്ലീഹ. ക്വസ്റ്റ്യൻ നമ്പർ 4: കലവറക്കാരൻ വീഞ്ഞ് രുചിച്ചപ്പോൾ അതിന്റെ ഉറവിടം ആരാണ് അറിഞ്ഞിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 5: ആരൊക്കെ മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്? ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവും യേശുക്രിസ്തുവും. ക്വസ്റ്റ്യൻ നമ്പർ 6: റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഇതാരാണ് യേശുവിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നഥാനയേൽ. ക്വസ്റ്റ്യൻ നമ്പർ 7: പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 8: യേശു സമരിയക്കാരോടൊപ്പം എത്ര ദിവസം വസിച്ചു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശു കാനായിൽ ചെയ്ത അത്ഭുതം അവന്റെ അടയാളങ്ങളിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1-ാമത്തേത്. ക്വസ്റ്റ്യൻ നമ്പർ 10: 3-ാം ദിവസം വിവാഹ വിരുന്ന് നടന്ന സ്ഥലം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാന. ക്വസ്റ്റ്യൻ നമ്പർ 11: യൂദയായിലുള്ള ക്രിസ്തുവിന്റെ ആര് അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭകൾ. ക്വസ്റ്റ്യൻ നമ്പർ 12: പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ആര്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 13: അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. യൂദയായിലേക്കുള്ള ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിയിലെത്തി. ക്വസ്റ്റ്യൻ നമ്പർ 14: യാക്കോബ് വയൽ കൊടുത്തത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി സിക്കാറിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 15. എന്ത് ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ? എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 16. തിന്മ പ്രവർത്തിക്കുന്നവർ എന്തിനെ വെറുക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രകാശത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ ഡാഷ് കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. ദൈവം തന്റെ പുത്രനെ ഏതുദ്ദേശത്താൽ ലോകത്തിലേക്ക് അയച്ചുവെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലോകം രക്ഷ പ്രാപിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി ഏത് തിരുനാളിന് മുൻപാണ് ജെറുസലേമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 20. കർത്താവിന്റെ സഹോദരനായ ആരെയല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യാക്കോബിനെ. ക്വസ്റ്റ്യൻ നമ്പർ 21. വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ആരെക്കുറിച്ചാണ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 22. നഥാനയേൽ എവിടെയായിരുന്നു ഇരുന്നത് എന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അത്തിമരത്തിന്റെ ചോട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? നവോമി ഇത് പറഞ്ഞത് ആരോടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 24. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ഡാഷ് വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 25. സ്ത്രീ കുടം വച്ചിട്ട് എവിടേക്കാണ് പോയത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വീട്ടിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 26. വിശ്വസിക്കുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് നിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിങ്ങൾ അറിയാത്ത ഒരുവൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. യോഹന്നാൻ ആകാശത്തിൽ നിന്ന് എന്ത് കണ്ട് ഇറങ്ങി വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രാവ് പോലെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 29. നിങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ആരുടെ വാക്കുകളാണിവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഡാഷ് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 31. ആകുലതയേറുമ്പോൾ ദുസ്വപ്നം കൂടും,
വാക്കുകൾ ഏറുമ്പോൾ അത് എന്തായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൂഢജൽപ്പനമാകും. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇസ്രായേൽ ആര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഫരിസേയർ കേട്ടത് എവിടെ നിന്നാണ് യേശു കൂടുതൽ ശിഷ്യരെ ശിഷ്യപ്പെടുത്തുന്നുവെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശു താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമറിയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 35. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അല്ലയോ പ്രസവിക്കാത്ത അവന്തി, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്നാൽ ഭർത്തമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഡാഷ് പരിത്യക്തയ്ക്കാണുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശുവിൻ്റെ അമ്മ വിവാഹ വിരുന്നിൽ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർക്ക് വീഞ്ഞില്ല. ക്വസ്റ്റ്യൻ നമ്പർ 37. ഡാഷ് നഗരവാതിൽക്കൽ ചെന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് ഡാഷ്, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മക്കളുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. ഖബർനാമിൽ അവർ എത്ര ദിവസം താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2-3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേം ദേവാലയം. ക്വസ്റ്റ്യൻ നമ്പർ 41. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ആരും മുഖം നോക്കുന്നവനല്ലല്ലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 42. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും ഡാഷ് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കരുണയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 43. സ്വർഗത്തിൽ കയറാൻ ഇതുവരെ മറ്റാരുമില്ലെന്ന് യേശു ഏത് വ്യക്തിയെ പറ്റി പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാള പെറുകാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. യേശു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറഞ്ഞത് എപ്പോൾ?
യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ശിഷ്യന്മാർ ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. നവോമിയുടെ ഭർത്താവ് ആര് മരിച്ചു? അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. എലിമേലെക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 47. ഡാഷ് നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. മകളെ ഭയപ്പെടേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 48. യേശു അവളോട് പറഞ്ഞു, നീ പോയി എന്തു ചെയ്യുക? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ഭർത്താവിനെ കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ നമ്പർ 49. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ച് നഗരവാസികളുടെ നിലവിളി എവിടേക്കുയർന്നു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ആകാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 50. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ഏത് ദിവസമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 3-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 51. 3 ദിവസത്തിനകം എന്ന വാക്കിൽ കാണുന്ന സംഖ്യ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 3. ക്വസ്റ്റ്യൻ നമ്പർ 52. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 53. എന്താണ് തിന്മ പ്രവർത്തിക്കുന്നവൻ വെറുക്കുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുഖേന എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. 3. ക്വസ്റ്റ്യൻ നമ്പർ 55. ഗലാത്യ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആർക്ക് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ദൈവത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 56. യേശു ഗലീലയിൽ ഏത് സ്ഥലത്താണ് വീണ്ടും എത്തിയതെന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. കാന. ക്വസ്റ്റ്യൻ നമ്പർ 57. യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് ആരുടെ മകനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ശിമയോൻ സ്കറിയോത്ത. ക്വസ്റ്റ്യൻ നമ്പർ 58. യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് എല്ലാം സൃഷ്ടിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. വചനം. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു പറഞ്ഞ ദേവാലയം എന്ന വാക്ക് സൂചിപ്പിച്ചത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. തന്റെ ശരീരമാകുന്ന ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 60. നവോമിയും കുടുംബവും എത്ര വർഷക്കാലം മോവാബിൽ താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 61. റൂത്ത് വയലിൽ ചെന്നു ആരുടെ പിറകെ കാലാപ്പെറുക്കി? എലിമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോആസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊയ്ത്തുകാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 62. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, ഡാഷ് പേടകം നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 63. എത്ര വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി? അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്നെ അയച്ചവന്റെ ഡാഷ് പക്കലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 65. രാത്രിയിൽ ഈശോയെ സന്ദർശിച്ച യഹൂദ പ്രമാണി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 66. എന്നാൽ ആത്മാവിന്റെ ഡാഷ് ആണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫലങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 67. യേശു 3 ദിവസം പുനരുദ്ധരിക്കുമെന്ന് കേട്ട് യഹൂദർ പറഞ്ഞതെന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 46 വർഷമെടുത്തത് വെറും 3 ദിവസത്തിനകം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്ത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല? ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നദികൾ. ക്വസ്റ്റ്യൻ നമ്പർ 69. ആര് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 70. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു ഡാഷ് പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 71. വിജാതിയരുടെ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 72. ഏത് ഗ്രാമത്തിൽ നിന്നാണ് ക്രിസ്തു വരുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബെത്ലഹേം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഡാഷ് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലോകത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 74. നിക്കോദേമോസ് ഈശോയെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 75. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരിയായിട്ട് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ
ഓപ്ഷൻ ഡി, ദൈവം നിങ്ങളെ അറിയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 77. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഡാഷ് ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 78. ഏതുദ്ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശുവിനെ ഗലീലിയക്കാർ സ്വാഗതം ചെയ്തത് എവിടെ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. നിങ്ങൾ ഡാഷ് കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മക്കളായത്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഈശോയുടെ അടയാളം ആവശ്യപ്പെട്ടത് ആര്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 82. സാമുവൽ എങ്ങോട്ടാണ് മടങ്ങിപ്പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 83. സമരിയാക്കാർ പിന്നീട് പറഞ്ഞു, അവൻ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഥാർത്ഥ ലോകരക്ഷകൻ. ക്വസ്റ്റ്യൻ നമ്പർ 84. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അത് കേൾക്കുന്നവന്റെ ഡാഷ് തരിച്ചു പോകും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇരുചെവികളും. ക്വസ്റ്റ്യൻ നമ്പർ 85. യേശു യാക്കോബിന്റെ കിണറിനരികിൽ ഇരുന്നത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 6-ാം മണിക്കൂറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 86. ഈശോ നൽകുന്ന ജലത്തിന്റെ പ്രത്യേകത എന്ത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 87. ദൈവം തന്റെ പുത്രനെ അയച്ചതിന്റെ ഉദ്ദേശം എത്ര ഉദ്ദേശങ്ങളായി പറയപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 88. എൽക്കാനയുടെ ഭാര്യമാരുടെ പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹന്നായും പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 89. യഥാർത്ഥ വെളിച്ചം എവിടേക്കാണ് വരുന്നത്? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 90. ദൈവത്തിന്റെ പ്രവൃത്തികൾ ശാശ്വതമാണ്, അത് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. ഇപ്രകാരം ദൈവം ചെയ്തത് എന്തിനാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിന് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 91. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഡാഷ് ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഷിമയോന്റെ പിതാവിന്റെ പേര് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ.
ക്വസ്റ്റ്യൻ നമ്പർ 93. മനുഷ്യ മനസ്സിൽ അവിടുന്ന് എന്ത് നിക്ഷേപിച്ചിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ക്വസ്റ്റ്യൻ നമ്പർ 94. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എവിടെയായാണ് ജനിക്കേണ്ടത് എന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജലത്താലും ആത്മാവിനാലും. ക്വസ്റ്റ്യൻ നമ്പർ 95. യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ആരുടെ വാക്കുകൾ കേട്ടുവെന്ന് പറയുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 96. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ഡാഷ് ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 97. യേശു വന്നതറിഞ്ഞ് ലാസറിന്റെ സഹോദരിമാരിൽ ആദ്യം യേശുവിന്റെ അടുത്തെത്തിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരുടെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 99. നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടാൻ. ക്വസ്റ്റ്യൻ നമ്പർ 100. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൃഷ്ടിയുടെ തുടക്കം. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനവായൽ ലോഗോസ് ക്ലബ് അംഗത്വം ഉള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവായൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് കിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവായൽ ആപ്പിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.